ഭയങ്കര റിസ്ക്കാണ്. സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ കാലെല്ലാം കൊണ്ട്. മുംബൈ ലോക്കൽ ട്രെയിൻ റഷോട് റഷായിരിക്കും. ഇത് ഓട്ടോ നടക്കുന്നുണ്ട്. ആ കളറിനൊന്നും ഒരു മാറ്റമില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. മണിപ്പൂരിൽ വേറെന്തോ മിക്സ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് ടെററിസ്റ്റ് അറ്റാക്ക് മുന്നേ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ മുംബൈയിലാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ മുംബൈയിൽ തന്നെ ഒരു ഫേമസ് ചർച്ചിൽ പോവാം, മായിൻ ചർച്ച്. ഞങ്ങളുടെ നൈബർഹുഡ്സ് ഒക്കെ ഉണ്ട്, ഞങ്ങളുടെ ഫ്ലാറ്റിനടുത്ത് താമസിക്കുന്നത്. എല്ലാവരുമായിട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ ഇങ്ങനെയാണ് ഓട്ടോയിൽ യാത്ര ചെയ്യുന്നത്. ഒരു ഓട്ടോയിൽ ഷെയർ ഓട്ടോ ഒരു 5 പേര് യാത്ര ചെയ്യുന്നത്. ബസ്സൊക്കെ ഭയങ്കര കുറവാണ്, ഭയങ്കര തിരക്കുമാണ്. ഇവർക്ക് ടെസ്റ്റും ബസ് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊന്നും ഇവിടുത്തെ MVD പൊക്കത്തില്ല. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. നമ്മളിത് റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ ഒരു വലിയൊരു പള്ളിയുണ്ട്, അങ്ങോട്ട് പോകാനാണ് ഞങ്ങളിത് ആദ്യം ഉദ്ദേശിക്കുന്നത്. ഹായ്, നമ്മളെവിടെ പോവാം? ട്രെയിനിൽ പോവാണോ? അല്ലെങ്കിൽ ഭയങ്കര വായാടിയാണ് കേട്ടോ. ഇപ്പം ഇതേ മിണ്ടായിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ ഇത് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തുള്ള ചേച്ചി ചേട്ടനും കൊച്ചൊക്കെ ഉണ്ട്. ചേട്ടൻ്റെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നു. ഇതാണ് ചേച്ചി. ഹായ്. പിന്നെ അമ്മയുണ്ട്, മകളുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തു. നമ്മളിനി നേരെ ട്രെയിനിൽ കയറാൻ പോവാ. ട്രെയിനിൽ കയറാമോ? പോവാം. ഇവിടെ ഭയങ്കര തിരക്കായിട്ടുണ്ട് കേസ്. തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്കാണ്. ഒരു ട്രെയിൻ വരുന്നുണ്ട്, ആ ട്രെയിനിൽ കയറാനുള്ള തിരക്കാണ് കേസ്. ഈ ഫുള്ള് കാണുന്നത് ഭയങ്കര തിരക്കായി. ഇവിടെ ഇങ്ങനെയാണ്, ഫുള്ള് ഇങ്ങനെ ട്രെയിൻ വരുന്നുണ്ട്, ആൾക്കാർ കയറുന്നുണ്ട്. ആ പോയി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത് ഇതേപോലെ ആൾക്കാർ വരുന്നുണ്ട്, പിന്നെയും ആൾക്കാർ കയറും. ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതാണ് മുംബൈയുടെ തിരക്കെന്ന് പറയുന്നത്. ഭയങ്കര സംഭവം തന്നെയല്ലേ തിരക്ക്. ഡൽഹിയിലൊന്നും ഇത്ര തിരക്കില്ല. മുംബൈ ഭയങ്കര റഷാണ് ഈ ഒരു കാര്യത്തിൽ. മുംബൈ ലോക്കൽ ട്രെയിൻ റഷോട് റഷായിരിക്കും. ഇതൊന്ന് ഫുള്ള് ആൾക്കാരായി കഴിഞ്ഞു. ഇതെല്ലാം ഒരു ഒറ്റ ട്രെയിനിൽ കയറാനുള്ള ആൾക്കാരാണ് ഗൈസ്. ഒരു ട്രെയിൻ പോകും, അടുത്ത ട്രെയിൻ വരും, ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ട്രെയിനെല്ലാം ഇത്രയും തിരക്കായിരിക്കും, കുത്തി നെരുങ്ങിയൊക്കെയായിരിക്കും പോകുന്നത്. ഇത് എവിടെ നിന്ന് ഇത്ര ആൾക്കാർ വരുന്നതെന്ന് ഒരു പിടുത്തമില്ല. ചേട്ടാ ഇവിടെ ഇരിക്കുക, ഇവിടെ ഇവിടെ സീറ്റ് ചുമ്മാ അടക്കുമോ? എങ്ങനെയാ ട്രെയിനിൽ കയറിയേ? ഒരു സ്റ്റേഷൻ എത്തിയായിരുന്നു കേസ്. തൊട്ടടുത്ത സ്റ്റേഷൻ എത്തിയപ്പോൾ തിരക്ക് പോയി കേസ്. ഇനി അങ്ങോട്ടുള്ള സ്റ്റേഷനൊക്കെ കംപ്ലീറ്റ് തിരക്കാവാനാണ് ചാൻസ്. അതാണ് തൊട്ടടുത്ത് ആൾ പറയുകയും ചെയ്തു ഇനി അങ്ങോട്ടൊന്ന് ഫുള്ള് തിരക്കായിരിക്കും. അയ്യോ, ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് മുംബൈ വെറുതെ പോകുന്നത്. ലോക്കൽ ട്രെയിൻ നമ്മൾ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, നൈസാണ്. ഈ ലോക്കൽ ട്രെയിൻ തിരക്കാണെങ്കിൽ വെറുതെ ഈ ഒരു തിരക്കിലാണ് ആൾ ജോലിക്ക് പോകുന്നത്. അല്ല മാത്രം ഇങ്ങനെ പുറത്തിട്ട് ഈ തിരക്കൊന്നും ഒന്നുമല്ല, ഇത് പാക്ഡ് ആയിരിക്കും ഫുള്ള്. ഇപ്പം നമുക്ക് കുറച്ച് പ്രായോഗിലും കയറുന്നുണ്ട്, അതുപോലെ ഉണ്ടാവുന്നില്ല, ഫുൾ പാക്ഡ് ആയിരിക്കും. അവിടെ ഉറങ്ങി. ഇനിയിപ്പോൾ ബാന്ദ്ര സ്റ്റേഷൻ എത്തി, നമുക്കിത് ഇവിടെ ഇറങ്ങണം. ഹലോ, നമ്മളെത്തി. എവിടെ എത്തി? നമ്മൾ എവിടെ എത്തി? തിരക്കുണ്ടായിരുന്ന ഗൈസ്, എങ്ങനെയൊക്കെയോ ഇടിച്ച് മറിച്ചിട്ട് ഇറങ്ങി. ഇനി അങ്ങോട്ട് പോകാനായിട്ട് അടുത്തൊരു ട്രെയിൻ കയറണം. ഡയറക്റ്റ് അങ്ങോട്ടേക്ക് സ്ലോ ട്രെയിനൊക്കെ സ്റ്റോപ്പ് ഉള്ളൂ, ഫാസ്റ്റ് ട്രെയിനില്ല. ഈ ട്രെയിനേ ഉണ്ടോ ഗൈസ്, ഷട്ടപ്പടയെന്ന് എടുക്കും. എടുത്തതിനാൽ പിന്നെ ഒറ്റ പോക്കാണ്. ഇതിപ്പോൾ സ്പീഡാവുന്ന ഒഴിക്കും. ഇത് സ്പീഡാവുന്നുണ്ട് കണ്ടോ, ജെറ്റ് വിട്ടോലെ ഇപ്പോൾ ഒരു സ്പീഡാവും. നമ്മുടെ നോർമൽ ട്രെയിനാണെങ്കിൽ ഇത്ര സ്പീഡൊന്നും ആവത്തില്ല. നല്ല സ്പീഡ് ഉണ്ടോ? ഇതാണ് മുംബൈ ലോക്കൽ ട്രെയിൻ. അടുത്ത സ്റ്റേഷനിൽ ഇത് എവിടെ ഇറങ്ങുക? പെട്ടെന്ന് ഇറങ്ങണം, പെട്ടെന്ന് ട്രെയിൻ എടുത്തോട്ട് പോവുകയും ചെയ്യും.
ഇത് മാഹി ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് നമുക്കിനി അടുത്ത് ചർച്ചിലോട്ട് പോകാനുള്ളത്. പണ്ടൊക്കെ മുംബൈയിലെ ടിപ്പിക്കൽ കാർ എന്ന് പറയുന്നത് മറ്റേ പ്രീമിയർ പത്മിനിയായിരുന്നു. കുഞ്ഞു കാറാണ് ഇവിടുത്തെ കൂടുതലും ടാക്സി കാറായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഒമ്നി കിടക്കുന്നുണ്ട്, ഇത് വാഗണാർ കിടപ്പുണ്ട്, ഇത് സാൻഡ്രോ കിടപ്പുണ്ട്. ഓ ഇപ്പോഴും ഈ കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് സാൻഡ്രോ, ഇത് ഓൾട്ടോ കിടക്കുന്നുണ്ട്. ആ കളറിനൊന്നും ഒരു മാറ്റമില്ല കേട്ടോ. ഇത് അവിടെ ഒരു ഐറ്റം കിടപ്പുണ്ട്, ഇത് ഒന്നി. നമുക്കിത് മാഹി ഇങ്ങോട്ടാണ് പോകാനുള്ളത്. ഇവിടെ നിന്ന് ഇനി കുറച്ചുകൂടെ നടക്കാറുണ്ട്. നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ചർച്ചെത്തും. ഇവിടെ അത്യാവശ്യം വെയിലൊക്കെ കുറവാണ് ഗൈസ്. ഇപ്പം അടുത്ത് നമ്മൾ മഴ സീസണൊക്കെ കഴിഞ്ഞ് വിൻ്ററിലോട്ട് പോകാനുള്ളൊരു സീസണാണ്. അതുകൊണ്ട് അത്യാവശ്യം വെയിലൊക്കെ കുറവുണ്ട്. നമ്മളിത് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ കുറേ സ്ട്രീറ്റ് വെൻഡേഴ്സൊക്കെ ഉണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. ഡാൽ ബജി പ്രൈസ് 60, റൈസ് പ്ലേറ്റ് 60, പൂരി 25. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഇതാണ് ഫുഡ്. ഇവരുടെ ഉച്ചയ്ക്കത്തെ കഞ്ചിതാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. പാനിപ്പൂരിയിൽ വേറെന്തോ മിക്സ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പാനിപ്പൂരി മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോഴത്തെ തമിഴ് പ്രയറാണ് നടക്കുന്നത്. മുംബൈയിലൊക്കെ ഇങ്ങനെ ഒരു ചർച്ച ഉള്ളത് തന്നെ ഒരു അത്ഭുതമായിട്ടൊക്കെയാണ്. ഇവിടെ അങ്ങനെ വലിയ ചർച്ചൊന്നും ഇല്ല. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ എങ്ങോട്ടാണ് പോകാൻ? ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലോട്ട് പോവുകയാണ് ഗീസ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഗീസ്. ഞാൻ മുംബൈയിലൊക്കെ കുറേ വട്ടം വന്നിട്ടുണ്ട്, പക്ഷേ അവിടെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എന്തോ കഴിക്കാൻ പോകുന്നത്? ഫുഡാ കഴിക്കാവേ. ഞങ്ങളപ്പോൾ കയറിയത് മട്ടൻ കിട്ടുന്ന കടയിലാണ്. കണ്ടോ അവിടെ കുറേ മട്ടൻ്റെ ഡിഷസ് ഉണ്ട്. മട്ടൺ സ്പെഷ്യൽ മഖ്ദൂമി ഉണ്ട്, മട്ടൻ ദാബയുണ്ട്, മട്ടൻ തവയുണ്ട്. ഞങ്ങൾ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളെ നാട്ടിലെ ടേസ്റ്റ് ഒന്നുമില്ല, കൊള്ളാം. പക്ഷേ അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് വേണം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേസ്. ഞങ്ങൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലോട്ട് പോവുകയാണ് കേസ്. ചാടണേ, ഇവിടെ ചാടിക്കോ 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 ചാടിക്കോ. അറിഞ്ഞൂടാ. ഇനി ഇവിടുന്ന് നമുക്ക് ലോക്കൽ ട്രെയിൻ പിടിച്ച് നേരെ ചേർച്ച് ഗേറ്റ് പോകണം. ചേർച്ച് ഗേറ്റിൻ്റെ അവിടെ നിന്ന് അടുത്ത് ടാക്സി പിടിച്ച് ഗേറ്റ് ഓഫ് ഇന്ത്യ പോകണം. അങ്ങോട്ട് പോകാൻ തിരക്കില്ല. ഇനി തിരിച്ച് ഇങ്ങോട്ട് വരാനാണ് നല്ല തിരക്ക്. അടുക്കാൻ പറ്റത്തില്ല, ഓഫീസ് ടൈം കഴിയാറായി. അങ്ങോട്ട് വലിയ തിരക്ക് കാണത്തില്ല, വലിയ തിരക്ക് കുഴപ്പമില്ല. ഫുൾ ടൈം ഇങ്ങനെ ട്രെയിനിൽ പൊക്കോണ്ടിരിക്കും ഗൈസ്. ഇവിടെ അതാണ് മുംബൈ ലോക്കൽ ട്രെയിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. വരുന്നോ പോകുന്നു വരുന്നോ പോകുന്നു. ഒരു സ്റ്റേഷനിൽ വേറെ 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. വരുന്നത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇതാണിത് വാങ്കഡെ സ്റ്റേഡിയം. ഇതാണ് ഇത്. ഞാൻ കാണുന്നില്ലേ? ഞാനിവിടെ വന്നിട്ടില്ല. ഇതിൻ്റെ അപ്പുറത്തെ ലൈനുണ്ട്, CST, അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ടാക്സി പിടിച്ചു വേണം. അപ്പോൾ ഇവിടെ നിന്ന് ഗേറ്റ് ഓഫ് ഇന്ത്യ തൊട്ടടുത്താണ്, പക്ഷെ ഇവിടെ നമുക്ക് ടാക്സി പോകാം. നമ്മളിതിൽ കയറുന്ന വെച്ചാൽ അവർക്ക് അടിയായി. ടാറ്റയൊക്കെ തരുന്നു പോകുന്നു എന്ന് വെച്ച് ഞാൻ ഫ്രണ്ടിൽ കയറാൻ പോകും.
അതിവിടുത്തെ ഒരു തിയേറ്ററാണ്. ഞങ്ങളിത് അങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് 1924 ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ബിൽഡ് ചെയ്തിരിക്കുന്നത് 1924 കിങ് ജോർജ് ഫിഫ്ത്ത് പുള്ളിയുടെ ഒരു മെമ്മറിക്കായിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അന്നത്തെ ബോംബെ ഗവർണറാണ് ഈ ഒരു ഫൗണ്ടേഷൻ ലീഡ് ചെയ്തിട്ടുള്ളത്. 1911 ബ്രിട്ടീഷ് ആർമിയുടെ ലാസ്റ്റ് ട്രൂപ്സ് ഈ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വഴിയാണ് തിരിച്ചു പോയത്. നമ്മൾ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ച ശേഷം 1948 ഫെബ്രുവരി 28 അത് നടന്നിട്ടുള്ളത്. പിന്നെ ഇത് ഒരു ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതിൻ്റെ ഒരു മോണുമെൻ്റായിട്ട് ഇത് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഒരു ബിഹൈൻഡ് ദി സ്റ്റോറി എന്ന് പറയുന്നത്. ആ കാണുന്നതാണ് താജ് ഹോട്ടൽ. ഇന്ത്യ ഗേറ്റിന് നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെയാണ് ടെററിസ്റ്റ് അറ്റാക്ക് മുന്നേ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ നേരെ തിരിച്ച് വീരാറിലോട്ട് പോകട്ടോ. ഇവിടെ പപ്പയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പപ്പയുടെ വർക്ക് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു. ഇനി നമ്മൾ വിരാട് ട്രെയിൻ അല്ലേ ജമ്മനെ, ഞങ്ങൾ നേരെ ഇനി വീട്ടിലോട്ട് പോവാം. ബൈ ഗൈസ്. ബൈ.